ഓക്കെ, ഞാനൊരു സാങ്കല്പിക ചോദ്യം അങ്ങ് ചോദിക്കുകയാണേ. അത് രണ്ടുപേരും കിട്ടിയോണ്ട് ചോദിക്കുക. രണ്ടുപേരും നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണല്ലോ. അതായത് ഇനി ആ മണ്ഡലത്തിൽ അങ്ങ് ജയിച്ചില്ലെങ്കിൽ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം ശ്രീ ശബരിനാഥ്? അല്ല, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നില്ലെന്ന്. ഇത് നമ്മുടെ വിജയം നമ്മൾ പൂർണ്ണമായി പ്രതീക്ഷിക്കുക എന്നുള്ള ലൈനിലാണ് നിൽക്കുന്നത്. മറ്റാരും ജയിക്കണം അങ്ങനെയാണെന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെ പറയുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ തലേ ദിവസം, ഇലക്ഷന് മുമ്പ് ഇതൊക്കെ പറയാം. പക്ഷേ ഇലക്ഷൻ്റെ പെട്ടിയിൽ വോട്ട് ആയതിനു ശേഷം ഞാൻ ഇന്നത് ശരിയല്ല. പക്ഷേ എന്തായാലും മേ ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് വിന്നതേ പറയുന്നുള്ളൂ. അത് ഞാനാവണമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് ശബരിനാഥ്. ഞാൻ ശിവൻകുട്ടി ഏട്ടനുമായിട്ട് ഒന്ന് സംസാരിക്കട്ടെ. താങ്ക് യു. അപ്പോൾ നല്ല ചായയും കാപ്പിയൊക്കെ കുടിച്ചിട്ട് ടെൻഷനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുക. പിന്നെ ഇടയ്ക്ക് പാട്ടൊക്കെ ഒന്ന് കേൾക്കുക. ഞാൻ അദ്ദേഹത്തെ മിക്കവാറും ഇപ്പോൾ കല്യാണത്തിന് കാണും ഉച്ചയ്ക്ക് എന്നാണ് വിശ്വാസം. ആണോ? ശിവൻകുട്ടി ഏട്ടനും ശബരിനാഥും കൂടി ഒരു കല്യാണത്തിന് പോകുന്നുണ്ടെന്ന് കേട്ടു. അവിടെ കൗൺസിലറുടെ വീട്ടിലെ കല്യാണം ഉണ്ട്. ശബരി നമ്മുടെ കൊച്ചരിക്കേണ്ട ഒരു പരിഗണനയിലുള്ളത്. ശബരിയോട് നമ്മുടെ ഒരു കൊച്ചനുജന്റെ പരിഗണനയാണുള്ളത് എക്കാലത്ത്. അല്ല, ഞാനതിനകത്ത് ഈ ശിവകുട്ടിയണ്ണൻ ഈ അപ്പൂപ്പൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. കാരണം പുള്ളിയുടെ മോനും ഒക്കെ ഞാനായിട്ട് നല്ല കമ്പനിയാണ്. ഇടയ്ക്കൊരു ദിവസം ഞാൻ മകനെ റോഡിൽ വെച്ച് ഇലക്ഷൻ ഇടയ്ക്ക് വെച്ച് കണ്ടായിരുന്നു. അപ്പം അല്ലാതെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പറഞ്ഞ പോലെ പാർവതി ആൻറ്റി ആണെങ്കിലും മോനാണെങ്കിലും ശിവകുട്ടി സാർക്ക് നല്ല നമ്മൾ ഒരു ഇലക്ഷൻ കൊണ്ട് ജയവരാജൻ കൊണ്ട് തീരുന്ന ബന്ധമല്ല, കാലങ്ങളായിട്ടുള്ള ബന്ധമാണ്. പിന്നെ രണ്ടുപേരും തിരുവനന്തപുരത്തുള്ള ആളുകളാണ്. അപ്പം എന്തായാലും എല്ലാവർക്കും പരസ്പരം ബെസ്റ്റ് ഓഫ് ലക്ക് പറയുന്നു. ഓക്കെ, താങ്ക് യു. ശിവൻകുട്ടി ഏട്ടൻ്റെ ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് ഉണ്ട്. അത് ശബരിനാഥിൻ്റെ വക. എനിക്കൊന്ന് ഈ മത്സരത്തിൽ കേരളം മുഴുവൻ കാണേണ്ട വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ജെന്റിൽമാൻ. താങ്ക് യു ശബരിനാഥ്, താങ്ക് യു. അപ്പോൾ കല്യാണമൊക്കെ കൂടി ഒന്ന് ഇരിക്കുക, എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമ്മളൊക്കെ നാളെ ഉണ്ട് ഇവിടെ, കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും. അത് ശബരിനാഥിനൊപ്പം ഉണ്ടാവും, നമ്മുടെ ശിവൻകുട്ടി ഏട്ടനും ഒപ്പം ഉണ്ടാവും. അപ്പോൾ താങ്ക് യു ശബരിനാഥ്, താങ്ക് യു.